നമുക്ക് നമ്മുടെ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചെല്ലണം എന്നുള്ളത് ഭയങ്കരമായൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് വെറും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാറാണ് പതിവ്. അവിടെയാണ് ഗോൾ സെറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വളർച്ച ഉണ്ടാവില്ല. അതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ നിൽക്കുന്ന സെയിം കൺസിസ്റ്റൻസിയിൽ പോകും. എവിടെ നിന്നൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റീനെയും നമ്മുടെ പ്രൊഫഷനെയും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഗ്രോത്തിലേക്കുള്ള എല്ലാ നോളേജസും സീക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ റെഡിയാക്കുക. നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്നതിലൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഒരേ ബിസിനസ്സിലേക്ക് തന്നെ 100 ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ ഒരു മൈൻഡിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫീഡ്ബാക്സ് കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ സീക്ക് ചെയ്യാൻ പേടിക്കുന്നത് ഇനി റിജക്ഷൻസ് വരുമോ അല്ലെങ്കിൽ ഈഗോ ആയിരിക്കും. ഇത് രണ്ടും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിലേക്ക് ഒരു രീതിയിലുള്ള ഇംപ്രവൈസേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലുള്ള ഈ ഒരു ബിസിനസ് ലൈഫിൽ നമുക്ക് പെട്ടെന്നൊരു ഗ്രോത്തിലേക്ക് വരാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൈഡ് ലൈൻസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്.